മറ്റു വാർത്തകളിലേക്ക് പോകാം. മുട്ടുമടക്കി പാക് സർക്കാർ. പാക് അധിനിവേശ കശ്മീരിലെ പ്രക്ഷോഭകർക്ക് മുന്നിൽ മുട്ടുമടക്കി പാകിസ്ഥാൻ സർക്കാർ. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ അംഗീകരിച്ചു. പ്രക്ഷോഭകരുമായി കരാറിൽ ഒപ്പിട്ടതായി പാർലമെന്ററി കാര്യമന്ത്രി താരിഖ് ഫസൽ ചൌധരി വ്യക്തമാക്കി. വിവരങ്ങളുമായി മനു ഭരത്. മനു, POKയിലെ സംഘർഷം വലിയ ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു. ഇപ്പോൾ നിലവിൽ മുട്ടുമടക്കിയെന്ന് പറയുമ്പോഴും അവിടെ ഈ പ്രക്ഷോഭം പൂർണ്ണമായി ഒതുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? പാകിസ്ഥാനിലെ സർക്കാർ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായ കശ്മീരിൻ്റെ നടത്തിയ അധിനിവേശവും അതേ തുടർന്ന് അവിടുത്തെ ജനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ആ സർക്കാരിന് ഇപ്പോൾ അതിനെതിരെ അവിടെ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുകയാണ്. പ്രധാനമായും അവിടുത്തെ ജനങ്ങൾ വലിയ വിലക്കയറ്റം നേരിടുന്നു, വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നു. ആ വലിയ വിഭവങ്ങളുള്ളൊരു നാട് കൃത്യമായ ചൂഷണത്തിന് ഇരയാകുന്നു. അവിടെ നിന്ന് പിരിച്ചെടുക്കുന്ന തുക അവിടെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നില്ല തുടങ്ങിയ വിപുലമായ 38 ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ ആരംഭിച്ചത്. സെപ്റ്റംബർ 29 ആരംഭിച്ച ഈ പ്രതിഷേധം പൂർണ്ണമായ അടച്ചുപൂട്ടലുകളിലേക്കും ശക്തമായി പാകിസ്ഥാൻ സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. 10ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ 3 പേർ പോലീസുകാരായിരുന്നു എന്നതും അതിൽ ശ്രദ്ധേയമാണ്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ, അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച പാകിസ്ഥാന് പിന്നീട് മുട്ടുമടക്കേണ്ടി വന്നു. ഒരു പ്രത്യേക ഉന്നതതല സംഘത്തെ ഇന്നലെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. അവർ ഈ ജനങ്ങളുമായി, അവരുടെ നേതാക്കളുമായി വലിയ തോതിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഈ 38 പദ്ധതികളിൽ ഭൂരിഭാഗവും അംഗീകരിക്കുന്നതായി വ്യക്തമാക്കേണ്ടി വന്നു. പ്രധാനമായി ഈ സംഘത്തിന് പർവേഷ് അഷ്റഫിൻ്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായ പർവേഷ് അഷ്റഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉന്നതതല സംഘം പാക് അധിനിവേശ കശ്മീരിലേക്ക് പോയത്. അവിടെ ഈ പാർലമെൻ്ററി കാര്യ മന്ത്രിയും ഒക്കെ ഈ സംഘത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഒടുവിൽ ജനങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ ആ പ്രദേശത്തെ അവിടുത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന പാക് നിലപാടിനെതിരെ അവിടെയുള്ള ഒരു ജനരോഷം അത് ശക്തമായി തന്നെ തുടരുന്നു. പ്രതിഷേധക്കാരെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുക, അവർക്ക് നേരെ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ അവർ സൂക്ഷിക്കുന്നു എന്നതിൻ്റെ പ്രതികരണങ്ങൾ കൂടിയാണ് അധിനിവേശ കശ്മീരിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.